കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. ക്ലീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ചിക്കൻ പാർട്സ് എന്നൊക്കെ പറയും. പിന്നെ ഇതിൻ്റെ എന്ത് പറയുന്ന മങ്ങാണ്ടി, കരൾ അല്ലേ, അങ്ങനെ പറയും. അപ്പോൾ അതാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന, അത് ഞങ്ങളിന്ന് കുറച്ച് വാങ്ങിക്കൊണ്ട് വന്ന് അത് ഫ്രൈ ആക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ചിലരിത് വെക്കത്തില്ല, ഇത് ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചിലർക്ക് അതിന് അറിയത്തില്ലാത്തതുകൊണ്ട് ചിലരത് വെക്കത്തില്ല, ഉണ്ടാക്കത്തില്ല. പക്ഷേ ഇത് ഫ്രൈ ചെയ്ത് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഇച്ചിരി ടാസ്ക് തന്നെയാണ്, കാരണം നോക്കി നല്ല രീതിയിൽ ചെയ്യണ്ടേ. അങ്ങനെ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് കണ്ടോ, ക്ലീൻ ചെയ്ത് കഷ്ണിച്ച് നല്ല നീറ്റാക്കി വെച്ചിരിക്കുകയാണ്. കഴുകിയിട്ടില്ല, ഇനി കഴുകിയെടുക്കണം. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ചെയ്യാനുള്ളത്, കണ്ടോ, ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നെയ്യുണ്ട്, എല്ലാം ഉണ്ട്. എന്താ നെയ്യെന്നല്ലേ അല്ലേ പറയാൻ, അതിൻ്റെ കൊഴുപ്പ്, അതുതന്നെ കൊഴുപ്പെല്ലാം അകറ്റി നീറ്റാക്കി എടുത്തിട്ട് വേണം നമ്മളിത് വെക്കാനായിട്ട്. അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുകൊണ്ട് അത് വേസ്റ്റാണ് കേട്ടോ, വേസ്റ്റ് ഇത് നമുക്കിത് ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ അത് കേട്ടോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരെണ്ണം ചെയ്ത് കാണിക്കാവേ. അപ്പോൾ ഒരെണ്ണം കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചെയ്ത് തീരാറായപ്പോഴാണ് ഞാൻ ഓർത്തത്, അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉണ്ടോ, അതെല്ലാം പീസാക്കി എരിവും പുളി ഉപ്പൊക്കെ പിടിക്കണമെങ്കിലേ നല്ലോണം ചെറിയ പീസാക്കി മുറിച്ച് ഒരു 5-6 വെള്ളത്തിൽ കഴുകി വേണം എടുക്കാൻ. അപ്പം നമ്മൾ ഒരെണ്ണം ക്ലീൻ ചെയ്യാനുള്ള എടുക്കുകയാണ്. കണ്ടോ, ഇതാണ് ഇനി കണ്ടോ, ഇതാണ് ക്ലീനിങ്ങിൻ്റെ തുടക്കം. കരളും അതിൻ്റെ ആ മങ്ങാണ്ടി കൊണ്ട് വേർപെടുത്തി അതിന് ശേഷം കണ്ടോ, അതിനുള്ളിൽ അതൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, അതിനൊരു പച്ച കളറുള്ള ഇത് കണ്ടോ, അതതിൻ്റെ കയ്പ്പാന്ന് പറയും. കയ്പ്പാന്നല്ലേ, കട്ടെന്നും പറയും, കയ്പ്പാന്നും പറയും. ഞങ്ങളുടെ കണ്ണൂരൊക്കെ അതിനെ കയ്പ്പാന്നാണ് പറയും, ഇവിടെ കട്ട് എന്ന് പറയും. അപ്പോൾ അത് പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. അത് വളരെ ശ്രദ്ധയോടെ ആദ്യം തന്നെ അതിൽ നിന്ന് വേർപെടുത്തി മാറ്റിയെടുക്കണം. കാരണം അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കും. കഴുകി എന്ന് കാണിച്ചാൽ കണ്ടോ, ഇതെല്ലാം കോഴിക്കും പശുവിനും ആടിനും പോത്തിനും എല്ലാം ഉണ്ട്, ആ കളർ തന്നെയായിരിക്കും. അപ്പോൾ ആ കട്ട് നമ്മൾ ആദ്യം തന്നെ എടുത്ത് മാറ്റി വെക്കും. കാരണം അർത്ഥത്തിൽ പൊട്ടുവാങ്ങാൻ ചെയ്താലേ പിന്നെ നമുക്കിനി പേടിക്കാനൊന്നുമില്ല. അതിന് ശേഷം ചെറിയ പീസാക്കി ഉണ്ടോ, ലിവറാണ്, അതിനെ ചെറിയ പീസായി മുറിച്ച് പീസാക്കി ചട്ടിയിലേക്ക് ഇട്ട് കുറേ സമയമായി കേട്ടോ നമ്മുടെ ചേട്ടൻ ഇതിൻ്റെ പരിപാടി തുടങ്ങിയിട്ട്. ഇത് രണ്ടും കൂടി ഇട്ട് ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഞങ്ങൾ വെക്കുന്നത്, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളൂ. ലിവർ തന്നെയും ഇത് തന്നെ ആകുമ്പോൾ ഒരു രസം ഉണ്ടാകും. പിന്നെ അതിന് ശേഷം നമ്മൾ അതിൻ്റെ വേസ്റ്റ് വളരെ വൃത്തിയാക്കി മുറിച്ച് വേസ്റ്റിനെ പൊളിച്ച് മാറ്റണം. കണ്ടോ, ഒരു വെള്ളത്തിൽ അതൊന്ന് കഴുകി അതിനുശേഷം ഇതിൻ്റെ പുറത്ത് നെയ്യ്, കൊഴുപ്പ് അത് നല്ലോണം പൊളിച്ച് കളയണം. അത് ഓവറായി ഇട്ട് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാകത്തില്ല. ഒരു കുറച്ചൊക്കെ നമുക്ക് ഇതിൻ്റെ ഫ്രൈക്കകത്ത് ഇടാം, അല്ലാണ്ട് അത് മുഴുവനൊന്നും എടുക്കണ്ട. ഫുള്ളങ്ങ് പൊളിച്ച് നല്ല നീറ്റായിട്ട് പൊളിക്കണം. പൊളിച്ച് കണ്ടോ, അത് പൊളിച്ച് കളഞ്ഞ് അത് അതിൻ്റെ ടേസ്റ്റൊക്കെ എടുത്തേം കളയും, ആ കൊഴുപ്പ് ഓവറായിട്ടിരുന്നത്. പിന്നെ അത് ശരീരത്തിന് അത്ര നല്ലതല്ല അതിൻ്റെ കൊഴുപ്പ് കണ്ടോ. അതിന് ശേഷം അത് മുറിച്ച്
കാണിച്ചാൽ കൊഴുപ്പ് മൊത്തം മാറ്റിയത് നല്ല രസമില്ല ഉണ്ടോ? അല്ല പൂ പോലെ ഇരിക്കുന്നു ഇപ്പോൾ. കൊഴുപ്പിനെല്ലാം മാറ്റി നല്ല വൃത്തിയാക്കി ഒരു വെള്ളത്തിലൊന്ന് കഴുകി ഇനി അതിനെ ചെറിയ ചെറിയ പീസുകളാക്കും. ഇനിയിപ്പോൾ വീഡിയോ ആൾക്കാർ പറയും എല്ലാം ചേട്ടനെ കൊണ്ടാണ് പണിയിക്കുന്നത്. പക്ഷേ ഇതൊക്കെ പുള്ളിക്കാരൻ ചെയ്താലേ അതിൻ്റെ ആ ഒരു ഇത് നീറ്റ്നെസ് ആവത്തുള്ളൂ. നമ്മൾ എത്ര ഇന്ന് ചെയ്താലും ഇത്രയൊന്നും വരത്തില്ല. ഉണ്ടോ? നീറ്റാക്കി കഴിയുമ്പോൾ എന്ത് നല്ല സൂപ്പർ സാധനമാണെന്നറിയാമോ? ഇത് നല്ലോണം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഉണ്ടോ? ഇത് ഇത്ര കൂടെ ഉണ്ട് ഇനി ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.